Hi friends, എല്ലാവർക്കും Rinus ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് അമൃതം പൊടി വെച്ചിട്ട് ഒരു ഹൽവ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി അമൃതം പൊടി, അതായത് ന്യൂട്രിമിക്സ് പൗഡർ, അത് 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരു തേങ്ങയിൽ നിന്നാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സ്റ്റൗവിൽ പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഷുഗർ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ പഞ്ചസാര ഇത് കാരമൽ ചെയ്യുമ്പോഴൊരു കയ്പ്പ് രുചിയാവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് ഹലുവ തയ്യാറാക്കുമ്പോൾ ഹലുവക്ക് ആ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര കാരമൽ ചെയ്യാൻ വെച്ചതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അമൃതം പൊടിയുടെ ആ ഒരു മിക്സ് അത് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അമൃതം പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയിട്ടുള്ളത്. 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെക്കാതെ അങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുകി ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ബദാമോ എന്തെങ്കിലും നട്ട്സ്, ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല, ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴും ചേർത്തിരുന്നു. അപ്പോൾ ഇത് ഹലുവ ആവുന്ന സമയത്ത് നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായി കുറുകി വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. മൊത്തം ഞാൻ 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ സെറ്റായി കിട്ടുക. പിന്നെ ഇതുപോലെ നന്നായിട്ട് കുറുകി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കുമ്പോൾ കയ്യിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെറുതായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏകദേശമൊക്കെ ഇത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് ചട്ടകത്തിൽ നിന്ന് ഇങ്ങനെ ശരിക്കും പെട്ടെന്ന് വീഴാത്ത രീതിയിൽ ആ ഒരു രീതിയിലാവുമ്പോൾ
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി അതിലേക്ക് കാഷ്യൂസ് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഹൽവൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഏത് പ്ലേറ്റിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ചട്ടകോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നെയ്യ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരും. എക്സ്ട്രാ നെയ്യ് ഉണ്ടെങ്കിൽ കിട്ടും. എന്നിട്ട് അത് നമുക്കൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഇതിൽ കൂടുതൽ എക്സ്ട്രാ നെയ്യൊന്നുമില്ല, പേപ്പറിൽ കൂടുതൽ നെയ്യൊന്നും കാണുന്നില്ല. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് ലെങ്തി വീഡിയോ ആയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹൽവ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.